എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പോൾ നല്ലൊരു പാനിക്കിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു മാർക്കറ്റ് നിങ്ങൾ നോക്കി അറിയാം, നല്ല രീതിയിൽ ഒരു ശോകമായിട്ടുള്ള അവസ്ഥ തന്നെയാണ്. ഇപ്പം ബിറ്റ് കോയിൻ ആയാലും വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഇല്ല, നല്ല രീതിയിൽ തന്നെ ഒരു ക്രാഷ് ഉണ്ടായി. അതറിയായിരിക്കും, 1,00,000 ഈ ഒരു ലെവലിൽ നിന്ന് $1,0709 സഡനായിട്ട് ക്രാഷായി. അത് നല്ലൊരു ക്രാഷായിരുന്നു. അവിടുന്ന് ക്രാഷ് ആയിട്ടാണെങ്കിലും ആ ഒരു 91 എത്തിയിട്ടാണെങ്കിലും വീണ്ടും ഒരു 93, 94 ഏരിയ, ഈ ഒരു റേഞ്ച് 95 അടുത്ത ഏരിയ വരെയാണ് ഇപ്പോൾ ഒരു മൂവ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൾട്ടോയിനൊക്കെ പലതും നോക്കി നിങ്ങൾക്കറിയാം, വലിയ രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഇല്ല, എല്ലാം ഒരു സൈഡ് വേസ് പോലെ തന്നെയാണ്. ആൾട്ടോയിനായാലും നിങ്ങൾ നോക്കി അതിൻ്റെ ചാർട്ട് നോക്കി ഏതൊരു സംഭവം ആയാലും വലിയ രീതിയിൽ മൂവ്മെൻ്റ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ BTC ഇങ്ങനെ ഒരു നിൽക്കുന്നതുകൊണ്ടാണ്. BTC നല്ലതായിട്ടൊരു ബുള്ളിഷായിട്ടൊരു മൂവ്മെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഇനിയിപ്പോൾ ആൾട്ടോയിന് ഒരു അവസ്ഥയുള്ളൂ. എന്ന് വെച്ചാൽ ഇനിയും വരുന്ന ആഴ്ചകൾ എന്തൊക്കെയായാലും നല്ല രീതിയിൽ ഒരു പമ്പ് ഉണ്ടാകും. അതിന് മുന്നോടിയായി ചിലപ്പോൾ വീണ്ടും ഒരു ഡംപ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു 88 89K എല്ലാവരും പറയുന്നത് 87K വരെ ഡംപ് ആവുമെന്നാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ തിരിച്ച് കയറും. ഒരു 89 88K വരെയൊക്കെ സഡനായിട്ടൊരു ക്രാഷ് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതാനും ദിവസത്തിനകം ആ ഒരു ക്രാഷ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ ഇവിടുന്ന് നല്ല രീതിയിൽ ഒരു വോളിയം ക്യാൻഡിൽ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായ ഡെയിലി ക്യാൻഡിൽ നല്ലൊരു വോളിയം ക്യാൻഡിലോടെ ക്ലോസ് ചെയ്താൽ ഒരു 94 95 ഏരിയ നല്ല വോളിയത്തോടെ തന്നെ ക്ലോസ് ചെയ്താൽ അപ്പം നല്ല നമുക്കൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ എന്തൊക്കെയായാലും പിന്നെ ഈ ഒരു 92 വരത്തുള്ളൂ. ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഏരിയ നിൽക്കുന്നതാണ്, ഇതൊരു ഡേഞ്ചറായിട്ടൊരു ക്രിട്ടിക്കൽ ഏരിയ ആണ്. അപ്പോൾ എന്തൊക്കെയായാലും നമുക്കൊരു 87K പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 88 അങ്ങനെയെങ്കിലും പ്രതീക്ഷിക്കാം അവിടോട്ട് എത്താനും. പിന്നെ അവിടെ നിന്നും താഴാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ ആളുകളെ മൊത്തത്തിൽ ഒന്ന് വീണ്ടും ഒരു ലിക്വിഡേഷൻ അടിക്കുന്ന ഒരു ദിവസവും കൂടെ കടന്നു വരാറായി. അതുകൊണ്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വലിയ ലിവറേജിലൊന്നും ട്രേഡ് ചെയ്യാതിരിക്കുക. അല്ല ട്രേഡ് ഇപ്പം ഒരു മാക്സിമം ട്രേഡ് അധികം ഫോക്കസ് ചെയ്യാതിരിക്കുക. അല്ലെ നേരത്തെ ഉള്ള ട്രേഡാണെങ്കിൽ അത് ലിവറേജ് കുറവാണെങ്കിൽ പേടിക്കാനൊന്നുമില്ല. അല്ല പുതിയതായിട്ട് ട്രേഡ് എടുക്കുന്ന ഇച്ചിരി റിസ്ക്കാണ്. പിന്നെ നമ്മൾ അതുകൊണ്ട് ലിവറേജ് കുറച്ച് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം മാർക്കറ്റ് എന്തൊക്കെയായാലും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ എന്തൊക്കെയായാലും 20-നുള്ളിൽ ഒരു 15-ാം തീയതിക്ക് ശേഷമൊക്കെ മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ റിക്കവർ ആവും, അത് ഉറപ്പാണ്. അപ്പോൾ എന്തൊക്കെയായാലും സഡനായിട്ട് വീണ്ടും ഒരു ഡംപ് ഉണ്ടാവും. അതിന് ഇത്ര ആയിരിക്കും ലിക്വിഡേഷൻ ചെയ്ത് അടിച്ചു പോയെന്ന് പറഞ്ഞ് ഇപ്പം എക്സിലും ഒക്കെ വീണ്ടും പോസ്റ്റുകൾ വീണ്ടും കാണാൻ പറ്റും. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ ഒരു 87 88 ആയാലും അത് വീണ്ടും തിരിച്ച് റിക്കവർ ആവും. അവിടെ നിന്നായിരിക്കും ആൾട്ടോയിനൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരും പാനിക്കൊന്നും ആവണ്ട. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.